അധ്യായം 20. ഭൂമിക്കടിയിലെ വിചിത്ര ജീവികളുടെ ആക്രമണത്തിൽ അകപ്പെട്ട ലിയോ കാട്ടുവള്ളികളിൽ പിടിച്ച് പാറയുടെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുന്നു. എന്നാൽ അവന്റെ പുറകെ എത്തിയ അപരിചിതന് കാട്ടുവള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അയാൾ അതിൽ പിടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ട് ലിയോയെ നോക്കി രക്ഷപ്പെടുത്താൻ അപേക്ഷിച്ചു. ലിയോയ്ക്ക് അവനെ കണ്ട് പാവം തോന്നി. അവൻ ആ കാട്ടുവള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി അയാളെ പാറയിലേക്ക് കയറ്റി. ഇരുവരും പാറയിലേക്കിരുന്നു. അവരപ്പോൾ പാറയുടെ ഏറ്റവും മുകളിലായിരുന്നില്ല. ആ വലിയ ചെങ്കൊത്തായ പാറയുടെ ഇടയ്ക്കുള്ള വിടവിൽ ചെറിയൊരു ഗുഹ പോലെയുള്ള ഭാഗമുണ്ട്. അവിടെയാണ് അവർ ഇരിക്കുന്നത്. ആ അപരിചിതനായ മനുഷ്യൻ തന്റെ ജീവൻ രക്ഷിച്ച ലിയോയെ നന്ദിയോടെ നോക്കി. ആ ജന്തുക്കൾ ഓടിച്ചപ്പോ തനിക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് ഓടിക്കൂടായിരുന്നോ? എന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? ലിയോ അയാളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അയ്യോ, അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്. നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ പേര് ജൂലിയൻ ആദം, അയാൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല, നിന്റെ പേരെന്താ സുഹൃത്തെ? ലിയോയെ നോക്കി ആദം ചോദിച്ചു. എന്നിട്ട് നീല പുകയില കൊണ്ടുണ്ടാക്കിയ ചുരുട്ട് കയ്യിലെടുത്തു. അതിൽ നിന്നും ഒരെണ്ണം അയാൾ എടുത്തിട്ട് മറ്റൊന്ന് ലിയോയ്ക്ക് നേരെ നീട്ടി. അവൻ മടി കൂടാതെ അത് കയ്യിലേക്ക് വാങ്ങി. എന്റെ പേര് ലിയോ, നേരിയൊരു ചിരിയോടെ അവൻ പറഞ്ഞു. ആദം വ്യത്യസ്തമായ ഒരു ലൈറ്റർ എടുത്ത് അവന് നേരെ ഇട്ടുകൊടുത്തു. അവനത് പിടിച്ചിട്ട് കയ്യിലിരുന്ന ചുരുട്ട് ചുണ്ടിലേക്ക് വെച്ച് തീ കൊളുത്തി. അല്പം പുക ഉള്ളിലേക്കെടുത്ത് ആസ്വദിച്ചുകൊണ്ട് അവൻ ആദത്തിനോട് ചോദിച്ചു. നിന്നെ രക്ഷിച്ചാൽ ലൈഫ് സെൽസ് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. നിന്നെ കൊണ്ട് എത്ര തരാൻ കഴിയും? അല്ല, നിന്നെ കണ്ടാൽ പാവം പോലെ ഉണ്ടല്ലോ. ലിയോ അവനെ നോക്കി. ലിയോ, ഒരാളുടെ പുറംമോടി കണ്ട് അയാളെ വിലയിരുത്തരുത്. ഞാൻ ആരാണെന്നോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നോ നിനക്കറിയില്ല. ഞാൻ നല്ലൊരു സുഹൃത്താണോ അതോ ശത്രുവാണോ എന്ന് നിനക്ക് കാത്തിരുന്ന് കാണാം. ആദം നിഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞു. ലിയോ മറുപടി ഒന്നുമില്ലാതെ കുട്ടി ഡ്രാഗണെ നോക്കി ആദം കേൾക്കാതെ പെറുപെറുത്തു. വളർത്തു ജന്തു മറയട്ടെ. ലിയോയുടെ നെഞ്ചിൽ പറ്റിപ്പിടിച്ചിരുന്ന കുട്ടി ഡ്രാഗൺ വീണ്ടും ഒരു ചുവന്ന ക്യൂബായി മാറി. ആദം കാണാതെ ലിയോ അത് ബാഗിലേക്ക് വെച്ചു. ആദം ഗൗരവത്തോടെ അവൻ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടുവെന്ന് പറഞ്ഞു തുടങ്ങി. ലിയോ, ഞാൻ വലിയ വീട്ടിൽ നിന്നുമുള്ള ആളാണ്. എനിക്ക് ഒരുപാട് പ്രത്യേക ശക്തികളുണ്ട്. എന്റെ പടയാളികളെയും കൂട്ടി ഈ കാട്ടിൽ വന്നത് രാക്ഷസ മൃഗങ്ങളെ വേട്ടയാടാനാണ്. പക്ഷെ അത് ഞാൻ വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. ആ രാക്ഷസ മൃഗം ക്രൂരമായി എന്റെ പടയെ ശിഥിലമാക്കി. വൈകാതെ എന്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാ പടയാളികളും മരിച്ചു. എന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ചിട്ടും എനിക്ക് ആ രാക്ഷസ മൃഗത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഒടുവിൽ എന്റെ ജീവൻ രക്ഷിക്കാനായി ഞാൻ അതിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ ഓടുന്നതിനിടയിൽ ഞാൻ ഈ മൃഗങ്ങളുടെ പിടിയിൽപ്പെട്ടു. ആദം അസ്വസ്ഥനായതുപോലെ ലിയോയ്ക്ക് തോന്നി. ആദം, നീ ഭാഗ്യവാനാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടില്ലായിരുന്നു. ഞാൻ കാരണമാണ് നീ ഇപ്പോൾ ജീവനോടെയുള്ളത്. ആദം പറയുന്നതെല്ലാം ശാന്തമായി കേട്ടുകൊണ്ടിരുന്ന ലിയോ പറഞ്ഞു. അതും ശരിയാണ്. ലിയോ, നീ ഷാൻവിൽ നഗരത്തിലുള്ള ആളാണോ? ഞാൻ നിന്നെ ഇതിനു മുൻപ് കണ്ടതായി ഓർക്കുന്നില്ലല്ലോ. ആദം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഷാൻവിൽ നഗരം, ഈ പേര് ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടല്ലോ. ലിയോ പെറുപുറത്തു. ഏയ് ലിയോ, നീ രൂപാന്തരപ്പെടുന്ന ശക്തി ഉപയോഗിച്ച് ഒരു ചെറുപ്പക്കാരന്റെ തലയടിച്ച് പൊട്ടിച്ച് കൊന്നത് ഓർക്കുന്നുണ്ടോ? അയാൾ ഈ നഗരത്തിലേക്ക് പോകാനുള്ള വഴിയാ നിന്നോട് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു വീരപാണിയും മാധവും ഒരേ നഗരത്തിൽ നിന്നുള്ളവരാണെന്ന്. നീ അയാളോട് ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. ചീനു ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവന് മുന്നറിയിപ്പ് നൽകി. എന്ത്, ഷാൻവിൽ നഗരമോ? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ റൈഡൻ സിറ്റിയിൽ നിന്നുള്ളതാണ്. 2 ആഴ്ചയോളമായി ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് വേട്ടയാടുകയാണ്. ലിയോ പതർച്ചയൊന്നുമില്ലാതെ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? ഞാൻ എൻ്റെ നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ചെന്ന് തോന്നുന്നു. വഴിയറിയാതെ ഞാൻ എങ്ങനെ ഇനി എൻ്റെ നഗരത്തിലേക്ക് തിരികെ പോകും? അയാൾ വിലപിച്ചു. ആദ്യം ഈ പാറയിൽ നിന്ന് എങ്ങനെ ഇറങ്ങാമെന്ന് ആലോചിക്കേ. നീയൊന്ന് താഴേക്ക് നോക്ക് സുഹൃത്തെ. ആ മൃഗങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഈ പാറയുടെ മുകളിൽ കയറി അക്കരെ പോകുക എന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി. അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് വരെ കാത്തിരിക്കണം. ലിയോ അവന്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. 2 ആളും താഴേക്ക് നോക്കിയപ്പോൾ ആ മൃഗങ്ങൾ 2 കാലുകളിൽ എഴുന്നേറ്റ് നിന്ന് അമറിക്കൊണ്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് കണ്ടു. ഈ മൃഗങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കണ്ടിട്ട് ഇതൊക്കെ നമ്മളെ രുചി നോക്കാതെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ലിയോ മൃഗങ്ങളുടെ പരാക്രമം നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഇതൊക്കെ എന്റെ തെറ്റാണ്. വഴി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയം മുന്നിൽ കണ്ട ഈ മൃഗത്തിനെ വേട്ടയാടി തിന്നാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇവ ഒരു കൂട്ടമായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കഥ ഇതോടെ അവസാനിച്ചേനെ. ആദം വിഷമത്തോടെ പറഞ്ഞു. അയ്യയ്യോ, വളരെ ഭാഗ്യമുള്ള ആള് തന്നെ.
ഇനിയിപ്പോ നിന്റെ കഥ ലിയോ തീർത്തോളും. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്തി സ്വന്തം കൈകൊണ്ട് കൊല്ലുന്നതാണ് അവന്റെ ശീലം. ചീനു ലിയോയെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു. അത് കേട്ട ലിയോ ചീനുവിനെ രൂക്ഷമായി നോക്കി. അതോടെ ചീനു വാ മൂടി നിശബ്ദമായി. ശരി, എന്തായാലും നമ്മൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയി. ഇനിയിപ്പോ ഈ മൃഗങ്ങൾ പോകുന്നത് വരെ നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കാം, ലിയോ പറഞ്ഞു. അത് ശരിയാണ് സുഹൃത്തെ, എനിക്ക് വളരെ ദാഹിക്കുന്നു. കുറച്ച് വെള്ളം കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആദം ലിയോയെ നോക്കി ചോദിച്ചു. ഓ, അതിനെന്താ, വെള്ളം എന്റെ കയ്യിലുണ്ട്. 1 കപ്പ് വെള്ളത്തിന് വെറും 1000 സെൽ പോയിന്റുകൾ, ലിയോ നിസാരമായി പറഞ്ഞു. എന്ത്, 1000 സെൽ പോയിന്റുകളോ? നീയല്ലേ കുറച്ചു മുൻപ് നമുക്ക് സുഹൃത്തുക്കളാകാമെന്ന് പറഞ്ഞത്? ആദം ഞെട്ടലോടെ അവനോട് ചോദിച്ചു. അതെ, നമ്മളിപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാണല്ലോ. സുഹൃത്തുക്കൾക്ക് എന്തുകൊണ്ട് കച്ചവടത്തിൽ പങ്കാളികളായിക്കൂടാ? ലിയോ ചോദിച്ചു. അതൊക്കെ ശരി തന്നെ, പക്ഷേ നീ വെള്ളം പോലും ഇത്ര അന്യായ വിലയ്ക്ക് വിൽക്കുന്നത് കൊണ്ട് ചോദിച്ചു പോയതാ, ആദം ആലോചനയോടെ പറഞ്ഞു. ഇത് വെറും വെള്ളമാണെങ്കിലും എത്ര നേരം നമ്മൾ ഇവിടെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ. ഒരാഴ്ച വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് വെള്ളം വളരെ മൂല്യമേറിയ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്കിപ്പോ ഇത് വേണോ വേണ്ടയോ? ലിയോ ക്ഷമ കെട്ടി ചോദിച്ചു. ശരി ശരി, ഞാൻ സമ്മതിക്കുന്നു. നീ എനിക്കിപ്പോ വെള്ളം താ. പക്ഷേ ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എന്റെ നഗരത്തിൽ എത്തിയതിനു ശേഷം നീ ചോദിച്ച സെൽ പോയിന്റുകളുടെ 2 മടങ്ങ് ഞാൻ തരാം. ഇപ്പൊ നീ എനിക്ക് കടമായി തരണം, ആദം പറഞ്ഞു. എന്ത് കടമോ? നമ്മളിപ്പോ അങ്ങോട്ട് പരിചയപ്പെട്ട് സുഹൃത്തുക്കളായിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നീ എന്നോട് കടം പറയാൻ തുടങ്ങിയോ? നിന്നെ രക്ഷിക്കുന്ന സമയത്ത് നീ എനിക്ക് ധാരാളം പോയിന്റുകൾ നൽകുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോ വെള്ളത്തിന് പോലും എന്നോട് കടം പറയുന്നോ? ലിയോ സംശയത്തോടെ ആദമിനെ നോക്കി പറഞ്ഞു. ഞാൻ നിനക്ക് 3 മടങ്ങായി തരാം, അല്ല 4 മടങ്ങ് തരാം. നീ എന്നെ വിശ്വസിക്കേ? ആദം അവനെ ദയനീയമായി നോക്കി. ശരി, ലിയോ അതിന് സമ്മതിച്ചു. അവൻ അരയിൽ നിന്നും വെള്ളം നിറച്ച ഒരു കുപ്പിയെടുത്ത് ആദമിന് കൊടുത്തു. വല്ലാതെ ദാഹിച്ചിരുന്ന ആദം അത് ആർത്തിയോടെ കുടിക്കുന്നത് കണ്ട് ലിയോ തടഞ്ഞു. മതി മതി, നിർത്ത്. നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം വെള്ളം വേണ്ടതാണ്. താഴെയുള്ള മൃഗങ്ങൾ എപ്പോൾ പോകുമെന്നറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. ലിയോ അവനിൽ നിന്നും വെള്ളത്തിന്റെ കുപ്പി തിരികെ വാങ്ങി അടച്ചരയിലേക്ക് വെച്ചു. ലിയോ, നീ ശരിക്കും ധീരനും ശക്തനുമാണ്. നിന്നെപ്പോലെ ഒരു വീരനെ ഞാൻ കണ്ടിട്ടില്ല. മരണത്തെ പോലും ഭയമില്ലാത്ത ധീരനായ ഒരു പോരാളിക്ക് മാത്രമേ ഇത്രയും അപകടകരമായ കാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് വേട്ടയാടാൻ കഴിയൂ, ആദം ലിയോയെ പ്രശംസിച്ചു. അത് കേട്ട ലിയോ അവനെ അടിമുടി നോക്കി. അല്ല, നിനക്കിനി എന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവന്റെ പുകഴ്ത്തൽ കേട്ട് ലിയോ സംശയത്തോടെ അവനോട് ചോദിച്ചു. ആദം അവൻ അടുത്തേക്ക് നീങ്ങി നിന്നു. അതുണ്ടല്ലോ ലിയോ, എന്റെ മാന്ത്രിക ശക്തികളെല്ലാം നശിച്ചുപോയി. ഇപ്പോ എന്നിൽ ശക്തികളൊന്നുമില്ല. ഞാൻ നിരായുധനാണ്. ഇത് വളരെ നാണക്കേടാണ്. ഈ അവസ്ഥയിൽ ഞാൻ എന്റെ നഗരത്തിലേക്ക് പോയാൽ വളരെ മോശമായി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടെങ്കിൽ അതെനിക്ക് തരുമോ? എന്റെ നഗരത്തിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഞാൻ നിങ്ങൾക്കത് തിരികെ നൽകാം. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? ആദം കൗതുകത്തോടെ ചോദിച്ചു. എനിക്ക് അങ്ങനെയുള്ള മാന്ത്രിക ശക്തികളൊന്നുമില്ല. എന്റെ കയ്യിൽ ഞാൻ വേട്ടയാടിയ മൃഗത്തിന്റെ കുറച്ച് ഇറച്ചി മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം. അത് നിന്നിട്ട് വായടച്ച് അവിടെങ്ങാനും ഇരിക്കെ, ലിയോ പറഞ്ഞു. അവന് തന്നെ ഇനിയും വിശ്വാസമായിട്ടില്ലെന്ന് ഓർത്ത് ആദമിന് നിരാശ തോന്നി. ശരി, ആ ഇറച്ചിതാ, എനിക്ക് വിശക്കുന്നു. ആദം വയറ് തടവിക്കൊണ്ട് ലിയോയെ നോക്കി. അതിനെന്താ, തരാമല്ലോ. പക്ഷെ ഒരു കഷ്ണം വിചിത്ര ജീവിയുടെ ഇറച്ചിക്ക് 2000 സെൽ പോയിന്റുകൾ വില വരും, ലിയോ പറഞ്ഞു. എന്ത്, ഒരു കഷ്ണം ഇറച്ചിക്ക് 2000 സെൽ പോയിന്റുകളോ? തരാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ശരി, ഇറച്ചിതാ. ആദം അവന് നേരെ കൈനീട്ടി. ലിയോ ബാഗിൽ നിന്നും ഇറച്ചി കഷ്ണം എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. ആദം അത് വാങ്ങി താല്പര്യത്തോടെ കഴിക്കാൻ തുടങ്ങി. നമുക്കിവിടെ തന്നെ ഇങ്ങനെ തുടരാൻ കഴിയില്ല. രക്ഷപ്പെടാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, ലിയോ പറഞ്ഞു. നമ്മുടെ കയ്യിലിപ്പോ വെള്ളവും ഭക്ഷണവും ഉണ്ടല്ലോ. നമുക്ക് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാം. ആരെങ്കിലും ഇതുവഴി വന്നാൽ സഹായം ചോദിക്കാം, ആദം പറഞ്ഞു. ആരെങ്കിലും വരുന്നത് വരെ കാത്തിരുന്ന നമ്മുടെ മനസ്സും ശരീരവും വല്ലാതെ തളർന്നു പോകും. നീ പേടിക്കാതെ ആദം, നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം, ലിയോ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ആദം ഉള്ളിലുള്ള ഭയം പുറത്തു വരാതെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുത്തനെയുള്ള പാറ കയറി മുകളിലേക്ക് പോയി നോക്കാം, ലിയോ പറഞ്ഞത് കേട്ട് ആദം ആ പാറയുടെ മുകളിലേക്ക് നോക്കി. ഭീമാകാരമായ ആ പാറ മാനം മുട്ടി നിന്നിരുന്നു. ലിയോ, നമുക്കിത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ആദം സംശയത്തോടും ഭയത്തോടും ചോദിച്ചു. നമ്മളിത് ചെയ്തേ മതിയാകൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും വരുന്നതും കാത്തിരുന്ന് നമ്മൾ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. ഈ പാറയുടെ മുകളറ്റം വരെ ഒന്നും പോകണ്ട. കുറച്ചു ദൂരം കയറിയിട്ട് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം, ലിയോ പറഞ്ഞു. ശരി, ഞാനും വരാം.
ആദം സമ്മതം അറിയിച്ചിട്ട് ലിയോ അടുത്തതെന്താണ് ചെയ്യുന്നതെന്നറിയാൻ കൗതുകത്തോടെ നോക്കി. പാറയിൽ തൂങ്ങിക്കിടക്കുന്ന കാട്ടുവള്ളികൾ പിടിച്ച് പതിയെ മുകളിലേക്ക് കയറി വാ. ആദമിനെ നോക്കി പറഞ്ഞുകൊണ്ട് ലിയോ കാട്ടുവള്ളികളിൽ തൂങ്ങി പ്രയാസമില്ലാതെ മുകളിലേക്ക് കയറി. ആദമും അവന് പിന്നാലെ കയറാൻ ശ്രമിച്ചു. എന്നാൽ കുറച്ചു ദൂരം കയറി കഴിഞ്ഞപ്പോൾ ആദമിന് മുന്നോട്ട് കയറാനായില്ല. ലിയോ, എനിക്ക് ഇതിൽ കൂടുതൽ കയറാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ ശരീരം വല്ലാതെ തളർന്നു പോകുന്നു. ആദം പറഞ്ഞു തീരുന്നതിന് മുൻപേ അവന്റെ കൈ അയഞ്ഞ് അവൻ കുറച്ച് താഴേക്ക് പോയി. എന്നാൽ ലിയോ വേഗം താഴേക്ക് ഇറങ്ങി അവനെ രക്ഷിച്ചു. ആദം ഭയം കൊണ്ട് വിറങ്ങിലിച്ചു പോയി. ലിയോ, 2 ദിവസം നമുക്കിവിടെ നിൽക്കാം. അപ്പോഴേക്കും ആ മൃഗങ്ങളെല്ലാം പോകും. ഈ പാറകളെല്ലാം നനഞ്ഞ് വഴുവഴുപ്പായതുകൊണ്ട് എനിക്കിതിന് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. ആദം നിരാശയോടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കാദം. ഞാൻ മുകളിലേക്ക് പോയി രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഇവിടെ വന്ന് നിന്നെ കൂട്ടാം. അഥവാ വഴിയൊന്നുമില്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ മൃഗങ്ങൾ പോകുന്നത് വരെ നമുക്കിവിടെ കാത്തിരിക്കാം. ലിയോ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ലിയോ, നീ എന്നെ ഒറ്റയ്ക്കാക്കി പൊയ്ക്കളയില്ലല്ലോ? ആദം ഒരു കുട്ടിയെ പോലെ ചോദിച്ചു. സുഹൃത്തെ, നീ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടില്ലേ? അതൊക്കെ വാങ്ങിച്ചെടുക്കാതെ നിന്നെ അത്ര വേഗം മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലിയോ പുഞ്ചിരിയോടെ ആദമിനെ നോക്കി പറഞ്ഞിട്ട് വള്ളികളിൽ തൂങ്ങി പാറയുടെ മുകളിലേക്ക് കയറിപ്പോയി. അഘോര വർമ്മകലകൾ സജീവമായി പഠിച്ചിരുന്നതിനാൽ ആ പാറകളിൽ കയറാൻ അവൻ എളുപ്പമായിരുന്നു. ലിയോ ഏകദേശം 100 അടി കയറിയെങ്കിലും രക്ഷപ്പെടാനായി വഴിയൊന്നും കണ്ടില്ല. ഒടുവിൽ ആദം പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോൾ അവന് തനിക്ക് മുകളിലുള്ള പാറയിലായി എന്തോ ഉള്ളതായി തോന്നി. മുകളിലെ പാറയിൽ എന്തോ ഉണ്ട്. ഒരുപക്ഷെ അതെന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ആണെങ്കിലോ? എന്തായാലും കയറി നോക്കാം. ചിലപ്പോൾ മുന്നോട്ട് പോകാനുള്ള വഴിയും അവിടെ ഉണ്ടാകും. അഥവാ ഇനി ഒന്നുമില്ലെങ്കിൽ ആദം പറഞ്ഞതുപോലെ ആ മൃഗങ്ങൾ പോകുന്നത് വരെ കാത്തിരിക്കാം. ലിയോ ചിന്തകളോടെ വള്ളികളിൽ പിടിച്ച് തൂങ്ങി മുകളിലേക്ക് കയറി. കുറച്ച് മുകളിൽ എത്തിയപ്പോൾ അവിടെ നിരപ്പായൊരു ഭാഗത്ത് മരത്തിന്റെ കൂറ്റൻ ശാഖകളും കനമേറിയ കാട്ടുവള്ളികളും കൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഒരു പക്ഷിക്കൂട് അവൻ കണ്ടു. അതിൽ വെളുത്ത നിറമുള്ള ഒരു വലിയ മുട്ടയുണ്ടായിരുന്നു. അമ്പമ്പോ, എത്ര വലിയ മുട്ടയാണിത്! മുട്ട തന്നെ ഇത്ര വലുതാണെങ്കിൽ ഇതിട്ട ആ പക്ഷിക്ക് എന്തുമാത്രം വലിപ്പമുണ്ടാകും? ലിയോ ആശ്ചര്യത്തോടെ പറഞ്ഞു. ഇത്രയും ഉയരത്തിൽ, അതും ഈ ചെങ്കുത്തായ പാറയുടെ മുകളിൽ വന്ന് കൂട് കൂട്ടിയെങ്കിൽ അതുറപ്പായും ഒരു സാധാരണ പക്ഷിയാകില്ല. നിശ്ചയമായും അതൊരു രാക്ഷസ പക്ഷി തന്നെ ആയിരിക്കും. ഈ മുട്ട ഇവിടെ ഉള്ളതുകൊണ്ട് ആ പക്ഷി എന്തായാലും ഇവിടെ വരും. അതിനി എത്ര വലിയ രാക്ഷസ പക്ഷി ആയിരുന്നാലും ശരി, ഞാൻ അതിനെ ഉറപ്പായും വേട്ടയാടും. ലിയോ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു. അധ്യായം 21. ലിയോയും ആദവും അവർ അകപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്നതിനായി കാട്ടുവള്ളികളിൽ പിടിച്ച് മുകളിലേക്ക് കയറി. എന്നാൽ ആദമിന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. കാട്ടുവള്ളികളിൽ നിന്നും പിടിവിട്ട് വീഴാൻ പോയ ആദമിനെ ലിയോ രക്ഷിച്ചു. അവനെ സുരക്ഷിതനായി പാറ ഇടുക്കിലുള്ള ഗുഹയിൽ എത്തിച്ചിട്ട് ലിയോ മുകളിലേക്ക് പോയി. അവിടെ അവൻ ഒരു രാക്ഷസ പക്ഷിയുടെ മുട്ട കണ്ടു. കുറച്ചുനേരം ആശ്ചര്യത്തിൽ ആ വലിയ മുട്ടയിലേക്ക് നോക്കി നിന്നെങ്കിലും പെട്ടെന്നെന്തോ തീരുമാനിച്ചതുപോലെ അവൻ മുട്ടയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ അരയിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് അതിൽ ചെറിയ ഒരു ദ്വാരമുണ്ടാക്കി. അതിനുശേഷം നിലത്ത് ചെതറിക്കിടക്കുന്ന വലിയ ഇലകൾ കൊണ്ട് ചെറിയ ഒരു സ്ട്രോ പോലെ ഉണ്ടാക്കി. അത് മുട്ടയിലുണ്ടാക്കിയ ദ്വാരത്തിലൂടെ തിരികെ ഉള്ളിലേക്കിട്ട ശേഷം അതിനുള്ളിലെ ദ്രാവകം വലിച്ചു കുടിച്ചു. ആഹ്, എന്താ സ്വാദ്! ഇതിന് ഇത്രയും സ്വാദുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അത് കൂടുതൽ ആസ്വദിച്ച് വലിച്ചു കുടിച്ചു. പെട്ടെന്ന് അവന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് പ്രകാശിച്ചു. അതിൽ വിശുദ്ധ പോയിന്റ് 1 എന്ന് കാണിച്ചു. അത് കണ്ട ലിയോ ആശ്ചര്യത്തോടെ അതെന്താണെന്ന് മനസ്സിലാകാതെ നിന്നു. ലൈഫ് സെൽസ് എന്താണെന്ന് എനിക്കറിയാം. ഇതെന്താണ് ഈ വിശുദ്ധ പോയിന്റ്? ഇത് വെച്ച് എന്ത് ചെയ്യാൻ കഴിയും? ലിയോ സ്വയം ചോദിച്ചു. വിശുദ്ധ പോയിന്റുകൾ നിന്റെ പരിണാമ വളർച്ചയെ സഹായിക്കും. വിശുദ്ധ ശക്തിയുള്ള മൃഗങ്ങളെ വേട്ടയാടുന്നവർക്ക് മാത്രമേ വിശുദ്ധ പോയിന്റുകൾ ലഭിക്കൂ. ഇതിന്റെ മഹത്വം എന്താണെന്ന് നിനക്ക് പോകെ പോകെ മനസ്സിലാകും. ചീനു പ്രത്യക്ഷപ്പെട്ട് അവനോട് കാര്യങ്ങൾ വിശദമാക്കി. ലിയോ, നീ പോയിട്ട് കുറെ നേരമായല്ലോ. ഇത്രയും നേരം നീ അവിടെ എന്ത് ചെയ്യുകയാണ്? നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? താഴെ നിന്നും ആദം ഉറക്കെ വിളിച്ചു ചോദിച്ചു. ലിയോ പാറയുടെ അരികിൽ ചെന്ന് കുനിഞ്ഞ് ആദം നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ഇവിടെ വഴിയൊന്നും കാണുന്നില്ല ആദം, ലിയോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട ആദമിന് നിരാശ തോന്നി. അങ്ങനെയാണെങ്കിൽ നീ താഴേക്ക് ഇറങ്ങി വാ, നമുക്ക് ഈ മൃഗങ്ങൾ പോകുന്നത് വരെ കാത്തിരിക്കാം, ആദം പറഞ്ഞു. ശരി, ഞാൻ ദാ വരുന്നു, ലിയോ മറുപടി കൊടുത്തിട്ട് വയറ് നിറയുന്നത് വരെ മുട്ട കുടിച്ചു.
ഒടുവിൽ മതിയായപ്പോൾ അവൻ പതുക്കെ താഴെ ഇറങ്ങിച്ചെന്നു. സുഹൃത്തെ, നിനക്കായി മുകളിൽ ഞാനൊരു അത്ഭുതം കാത്തു വെച്ചിട്ടുണ്ട്. നീയും കൂടെ പാറയുടെ മുകളിലേക്ക് വരികയാണെങ്കിൽ കാണിച്ചു തരാം. ലിയോ ആകാംക്ഷയോടെ ആദമിനോട് പറഞ്ഞു. ആദം അവിശ്വസനീയതയോടെ അവനെ നോക്കി. ഈ പാറയുടെ മുകളിൽ അത്ഭുതമോ? എന്താ അത്? ആദം ചോദിച്ചു. അതെന്താണെന്ന് അറിയണമെങ്കിൽ നീ എന്നോടൊപ്പം വരണം, ലിയോ പറഞ്ഞു. ആദം അത് കേട്ട് പാറയുടെ മുകളിലേക്ക് നോക്കി. മുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ തല കറങ്ങുന്നു. ഞാൻ ഇതിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ നേരെ പരലോകത്തേക്കാകും പോവുക, ആദം മനസ്സിൽ കരുതി. ഇല്ല, എന്നെ കൊണ്ട് ഇതിന് മുകളിൽ കയറാൻ പറ്റില്ല, അവൻ ലിയോയോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കത് നിന്നോട് പറയാനും പറ്റില്ല, ലിയോ പറഞ്ഞു. അങ്ങനെ പറയാതെ ലിയോ, മുകളിൽ എന്താണെന്ന് പറയേ, ആദം അറിയാനുള്ള ആകാംക്ഷയിൽ സഹികെട്ട് അവനോട് ചോദിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്. മുകളിലുള്ള അത്ഭുതം എന്താണെന്ന് ഞാൻ നിന്നോട് പറയണമെങ്കിൽ നീ എനിക്ക് ചെറിയൊരു ഫീസ് നൽകേണ്ടി വരും. വെറും 3000 സെൽ പോയിന്റുകൾ, ലിയോ കൗശലത്തോടെ പറഞ്ഞു. അത് കേട്ട ആദമിന് ദേഷ്യം വന്നു. രഹസ്യം കേൾക്കാനും ഞാൻ ഇനി പോയിന്റുകൾ തരണോ? വേണ്ട, എനിക്കതെന്താണെന്ന് അറിയണ്ട. മുകളിലുള്ളത് എന്തു തന്നെ ആയാലും എനിക്കെന്താ? ആദം ലിയോയ്ക്ക് നേരെ മുഖം തിരിച്ചു. ഏകദേശം 3 ദിവസത്തോളം അവർ ആ പാറയിൽ തങ്ങി. ലിയോ മാത്രം ദിവസവും മുകളിലേക്ക് പോയി രാക്ഷസ പക്ഷിയുടെ മുട്ട കുടിച്ചു. നീ ദിവസവും ജീവൻ പണയം വെച്ച് മുകളിലേക്ക് കയറി ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അന്വേഷിക്കുന്നു എന്നാണ് ആദമിന്റെ വിചാരം. പക്ഷേ നീ ഇവിടെ രാക്ഷസ പക്ഷിയുടെ മുട്ടയും കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ അറിഞ്ഞാൽ അവന്റെ ഹൃദയം തകർന്ന് മരിച്ചു പോകും. ലിയോ മുട്ട വലിച്ചു കുടിക്കുന്നത് നോക്കിയിരുന്ന ചീനു പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചതല്ലേ, അവൻ വരാഞ്ഞിട്ടല്ലേ. അതിൽ എന്റെ തെറ്റെന്താണുള്ളത്? അതൊക്കെ പോട്ടെ, കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഇവിടേക്ക് വന്ന് ഈ മുട്ട കുടിക്കുന്നു. പക്ഷെ ഈ മുട്ടയിട്ട രാക്ഷസ പക്ഷി എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാത്തത്? ലിയോ ചോദിച്ചു. 3 ദിവസമായിട്ടും രാക്ഷസ പക്ഷി കൂട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിനെ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇനിയും ആ പക്ഷി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല, ചീനു പറഞ്ഞു. അവർ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് രാത്രിയിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. കൂടാതെ പകൽ സമയം മഞ്ഞ് മൂടപ്പെട്ട് കിടന്നിരുന്നതിനാൽ താഴെ നിന്നിരുന്ന മൃഗങ്ങൾ അവിടെ നിന്നും പോയോ എന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ലിയോ, നമുക്ക് കുറച്ച് താഴെ ഇറങ്ങി ആ മൃഗങ്ങൾ പോയോ ഇല്ലയോ എന്ന് നോക്കാം, ആദം പറഞ്ഞു. സുഹൃത്തെ, തിടുക്കം കൂട്ടണ്ട, 2 ദിവസം കൂടി കാത്തിരിക്കൂ. നമ്മൾ ഇറങ്ങുമ്പോൾ ആ മൃഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവർ അവിടെ നിന്നും മാറില്ല. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ഇവിടെ ഒരാഴ്ച കൂടി കഴിയേണ്ടി വരും. അതിനു വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും നമ്മുടെ കയ്യിലില്ല. അവിടെ നിന്നും രക്ഷപ്പെടുക എന്നതിനേക്കാൾ വിശുദ്ധ സെല്ലുകൾ ശേഖരിക്കുക എന്ന ഉദ്ദേശത്തോടെ ലിയോ പറഞ്ഞു. 2 ദിവസം കൂടി അവർ ആ പാറയിൽ തങ്ങാൻ തീരുമാനിച്ചു. ആ 2 ദിവസങ്ങളിലും ലിയോ വഴി നോക്കാനാണെന്നും പറഞ്ഞ് പാറയിൽ കയറി ഇറങ്ങിയത് ആദമിനെ സംശയത്തിലാഴ്ത്തി. ലിയോ, പാറയുടെ മുകളിൽ കൂടി രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടും നീ എന്തിനാണ് ദിവസവും ഇങ്ങനെ പാറയിൽ കയറി ഇറങ്ങുന്നത്? ആദം സംശയം തീർക്കാനായി അവനോട് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആദം, ഈ പാറയുടെ മുകളിൽ ഒരു അത്ഭുതമുണ്ട്. ഞാൻ ദിവസവും അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് മുകളിലേക്ക് പോകുന്നത്. അതും പറഞ്ഞ് ലിയോ മുകളിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവനെ ആദം തടഞ്ഞു. ഏയ് നിൽക്ക്, നിന്നോടൊപ്പം ഞാനും വരാം. ഞാൻ നിനക്ക് 3000 സെൽ പോയിന്റുകൾ തന്നിരിക്കുന്നു. ഇനിയും മുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകാംക്ഷ കൊണ്ടെന്റെ തല പൊട്ടിത്തെറിക്കും. ആദം പറഞ്ഞത് കേട്ട് ലിയോ പുഞ്ചിരിച്ചു. അവൻ മുകളിലേക്ക് പോയപ്പോൾ ആദമിനെയും ഒപ്പം കൂട്ടി. വളരെ ശ്രദ്ധയോടെ ഇരുവരും പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. കുറച്ചു മുകളിൽ എത്തിയ ആദം കിതച്ചുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു. ലിയോ, കാര്യം എന്താണെന്ന് ഇനിയെങ്കിലും പറയേ. ഇതിൽ കൂടുതൽ എനിക്ക് മുകളിലേക്ക് കയറാൻ കഴിയില്ല, ആദം തളർച്ചയോടെ പറഞ്ഞു. കുറച്ചും കൂടി കയറിയാൽ മതി, ഞാൻ സഹായിക്കാം, ലിയോ പറഞ്ഞുകൊണ്ട് ആദമിനെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ സഹായിച്ചു. മുകളിലെത്തിയ ആദം മുന്നിലുള്ള കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഭീകരമായ ഒരു കൂട്ടിൽ വലിയൊരു മുട്ട കണ്ട ആദം ആശ്ചര്യത്തോടെ അതിനടുത്തേക്ക് ചെന്നു. അമ്മേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മുട്ട കാണുന്നത്. ഇതൊരു രാക്ഷസ പക്ഷിയുടെ മുട്ടയാണോ? ആദം അത്ഭുതത്തോടെ ലിയോയെ നോക്കി ചോദിച്ചു. അതെ, ഇതൊരു രാക്ഷസ പക്ഷിയുടെ മുട്ടയാണ്, ലിയോ തലയാട്ടി. എന്റെ സുഹൃത്തെ, നീ അടിപൊളിയാണ്. കൂട്ടുകാരനായാൽ ഇങ്ങനെ വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദം മുന്നിലിരുന്ന മുട്ടയുടെ ഒരു ഭാഗം കുത്തിപ്പൊട്ടിച്ച് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദ്രാവകം കുടിക്കാനായി വായ തുറന്നു പിടിച്ചു. പക്ഷെ മുട്ടയുടെ ഉള്ളിൽ നിന്നും ഒന്നും പുറത്തേക്ക് വന്നില്ല. അവൻ സംശയത്തോടെ മുട്ടയുടെ ഉള്ളിലേക്ക് നോക്കി. ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന മുട്ടയുടെ ഭ്രൂണം എവിടെ? ആദം നിരാശയോടെ ചോദിച്ചു. ഞാൻ കുടിച്ചു, ലിയോ ഭാവഭേദമൊന്നുമില്ലാതെ പറഞ്ഞു. നീ കുടിച്ചെന്നോ? ഇതിനുള്ളിലുള്ള മുഴുവനും നീ കുടിച്ചോ? ആദം ഞെട്ടലോടെ ചോദിച്ചു. ആ, ഞാൻ കുടിച്ചു. ഞാൻ നിന്നെ നേരത്തെ വിളിച്ചതല്ലേ, നീയല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞത്.
അതുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്ക് ഇത് മുഴുവനും കുടിച്ചത്. ലിയോ നിഷ്കളങ്കമായി പറഞ്ഞു. എടാ ദുഷ്ട, എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ. കയ്യിൽ കിട്ടിയിട്ട് വായിൽ കിട്ടാതെ പോയ അവസ്ഥയാണല്ലോ. ഇങ്ങനെയുള്ള രാക്ഷസ മുട്ടയാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വീണാലും സാരമില്ലെന്ന് കരുതി ഞാൻ മുകളിലേക്ക് കയറി വന്നേനെ. ആദം സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ലിയോയെ പിണക്കത്തോടെ നോക്കി. വിഷമിക്കേണ്ട ആദം, ഇനിയൊരിക്കൽ എനിക്ക് രാക്ഷസ മുട്ട ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാനത് നിന്നോട് പറയാം. ലിയോ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. താഴെ കൂടിയിരുന്ന വന്യമൃഗങ്ങൾ പോയോ എന്നറിയാനായി രണ്ടാളും താഴേക്കിറങ്ങി. അവർ വിചാരിച്ചതുപോലെ ആ മൃഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ സമയം കളയാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഏറെ നേരം നടന്നതിനു ശേഷം ഇരുവരും റൈഡൻ നഗരത്തിലെത്തി. ശരി സുഹൃത്തെ, ഈ നഗരത്തിൽ എനിക്ക് ലഭിക്കുന്ന മര്യാദ അല്പം കുറവാണ്. അതുകൊണ്ട് ഇതിനുള്ളിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് കഴിയില്ല. നീ പൊയ്ക്കോളൂ, വൈകാതെ നമുക്ക് വീണ്ടും കാണാം, ലിയോ പറഞ്ഞു. ഈ നഗരത്തിൽ ആരെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? മടി കൂടാതെ പറയ് ലിയോ. ഒരു സുഹൃത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ നൽകും. അതേ സുഹൃത്തിന് ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ അവന്റെ ജീവൻ എടുക്കും, ആദം അവനെ നോക്കി വീറോടെ പറഞ്ഞു. നിന്റെ ധീരത എന്താണെന്ന് ആ മൃഗത്തിനെ കണ്ടിട്ട് നീ ഓടി വന്നപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാ. അതുകൊണ്ട് എന്റെ പ്രശ്നം തീർക്കാൻ നിൽക്കാതെ നീ നിന്റെ നഗരത്തിലേക്ക് പോകാൻ നോക്ക്. പിന്നെ എനിക്ക് തരാമെന്ന് വാക്ക് നൽകിയ സെൽ പോയിന്റുകളുടെ കാര്യം മറക്കരുത്, ലിയോ പറഞ്ഞു. ആദം ഒരു പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് ഷാൻവിൽ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ലിയോ റൈഡൻ നഗരത്തിലേക്ക് കടന്ന് അവന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ അവനെ കാത്ത് താമര നിൽക്കുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായ ലിയോ തലകുനിച്ചു. താമര അവളുടെ കയ്യിലിരുന്ന പടയാളികളുടെ വസ്ത്രം അവന് മുൻപിൽ വെച്ചിട്ട് മടിയോടെ അവനെ നോക്കി. വേഗം ഇട്ടിട്ട് വാ, വിപാശ നിനക്കായി കാത്തിരിക്കുന്നു. ലിയോയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ വേഗം അവിടെ നിന്നും നടന്നു. നീ വെറുതെ ഇരുന്നാലും വിപാശ നിന്നെ സമാധാനമായി വിടില്ലെന്ന് തോന്നുന്നു. ഇനി എന്ത് ചെയ്യും ലിയോ? ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു ചോദിച്ചു. ലിയോ ഗൗരവത്തോടെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. ഞാൻ വിപാശയോട് പൊരുതി ജയിക്കാൻ തീരുമാനിച്ചു, ലിയോ പറഞ്ഞു. എങ്ങനെ പൊരുതണമെന്ന് നിനക്കറിയാം, പക്ഷേ വിപാശയോട് ജയിക്കാൻ നിനക്ക് കഴിയുമോ? ചീനു സംശയത്തോടെ ചോദിച്ചു. ഞാൻ എത്ര അടി വാങ്ങുകയാണെന്ന് നടിച്ചാലും വിപാശ എന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനിയും എനിക്ക് ഈ കോമാളി വേഷം ധരിക്കാൻ കഴിയില്ല. അവളെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ മുഴുവൻ സെൽ പോയിന്റുകളും കൊടുത്ത് അഘോര വർമ്മകല പഠിച്ചത്. ഞാനോ അവളോ എന്നിന്ന് തീരുമാനിക്കാം, ലിയോ ധൈര്യത്തോടെ പറഞ്ഞു. അവൻ വേഗം താമര കൊടുത്ത വസ്ത്രം ധരിച്ച് പരിശീലന കളരിയിലെത്തി. പോരാട്ടത്തിന് തയ്യാറായി വിപാശയും ലിയോയും നേർക്ക് നേരെ നിന്നു. പോരാട്ടം ആരംഭിച്ചു. വിപാശ ലിയോയുടെ അടുത്തേക്ക് ഓടിയെത്തി. കാല് വീശി അവന്റെ മുഖത്തടിച്ചു. ലിയോ നിലതെറ്റി താഴെ വീണു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വീണ്ടും അവനെ അടിച്ചു. ലിയോ അപമാനത്തോടെ അവളെ നോക്കി. താഴെ വീണ് കിടക്കുന്നവനെ നോക്കി വിപാശ പരിഹാസത്തോടെ പുഞ്ചിരിച്ചു. തോൽവി സമ്മതിച്ച് ഇവിടെ നിന്നും പോകുന്നോ, അതോ എഴുന്നേറ്റ് നിന്ന് പോരാടുന്നോ? വിപാശ അവനെ നോക്കി കളിയാക്കി ചോദിച്ചു. ലിയോ നിലത്ത് നിന്നും എഴുന്നേറ്റ് അവളെ നോക്കി നിന്നു. നിന്നെ കണ്ടാൽ തന്നെ പാവം തോന്നുന്നു ലിയോ. ഞാൻ കുറച്ചും കൂടി പതുക്കി അടിക്കാൻ ശ്രമിക്കാം, വിപാശ പറഞ്ഞു. അത് കേട്ട ലിയോയ്ക്ക് ദേഷ്യം വന്നു. ആയോധന കലയിൽ നല്ല പരിശീലനം നേടിയെങ്കിലും വിപാശയുടെ പോരാട്ട വീര്യവുമായി പൊരുത്തപ്പെടാൻ പ്രയാസമാണെന്ന് ലിയോ തിരിച്ചറിഞ്ഞു. വിപാശ വീണ്ടും അവളുടെ കാലുകൾ ചുഴറ്റി അവനെ അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത്തവണ ലിയോ അവളുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി പഠിച്ചെടുക്കാൻ ശ്രമിച്ചു. അവൻ മുന്നിലേക്ക് നീങ്ങി വായുവിൽ ചുഴറ്റുന്ന അവളുടെ കാലുകൾ രണ്ട് കൈകൊണ്ടും പിടിച്ചുവെച്ചു. അവൾ താഴേക്ക് വീണു. ഈ അവസരം മുതലെടുത്ത ലിയോ വിപാശയുടെ മേലെ വീണ് അവളുടെ രണ്ട് കൈകളും കാലുകളും വളച്ച് മുറുകെ പിടിച്ച് അവളെ അനങ്ങാൻ കഴിയാതാക്കി. ആ കുടുക്കിൽ നിന്നും മോചിതയാകാൻ വിപാശയ്ക്ക് കഴിഞ്ഞില്ല. എപ്പോഴും അടി കൊള്ളാതിരിക്കാൻ പരക്കം പായുന്ന ലിയോ പെട്ടെന്ന് തിരികെ ആക്രമിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. നിനക്കെങ്ങനെ ഈ കെണി അറിയാം? അഘോരവർമ്മ കലകളിൽ പ്രാവീണ്യം നേടിയവർക്ക് മാത്രം അറിയുന്നതല്ലേ ഇത്? നിനക്കെങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞത്? വിപാശ ശ്വാസമടക്കി അവനോട് ചോദിച്ചു. എന്നാൽ ലിയോ അതിന് മറുപടി പറഞ്ഞില്ല. അവൻ അവളിലുള്ള പിടിമുറുക്കി. വിപാശയ്ക്ക് അപമാനം തോന്നി. ലിയോയുടെ പിടി വിടുവിക്കാനായി അവൾ കിണഞ്ഞ് ശ്രമിച്ചിട്ടും അവൾക്കതിന് കഴിഞ്ഞില്ല. കൂടുതൽ ബലം പ്രയോഗിച്ചാൽ തന്റെ കൈകാലുകൾ ഒടിഞ്ഞു പോകുമെന്ന് അവൾക്കറിയാം. എങ്കിലും ലിയോയെ പോലൊരു കോമാളിയോട് തോൽക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ അവന്റെ പിടി വിടുവിക്കാൻ ശ്രമം തുടർന്നു. ഇപ്പൊ ഞാൻ ജയിച്ചോ മാഡം? നിങ്ങൾ തോൽവി സമ്മതിച്ചു തന്നാൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രയാക്കാം, ലിയോ അവളെ നോക്കി പറഞ്ഞു. നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ലിയോ. നിന്നെ പോലെ ഒരു കോമാളിക്ക് മുന്നിൽ ഞാൻ ഒരിക്കലും തല കുനിക്കില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ലിയോയോട് തോറ്റു കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. രൂപമാറ്റ ശക്തി വരട്ടെ,
വേദന കൊണ്ടവൾ അലറി വിളിച്ചു. പെട്ടെന്ന് അവൾക്ക് ചുറ്റും ഒരു മാന്ത്രിക പ്രഭാവലയം പ്രത്യക്ഷപ്പെട്ടു. ആരോ എടുത്തെറിഞ്ഞതുപോലെ ലിയോ തൂക്കി എറിയപ്പെട്ട് ഭിത്തിയിൽ ഇടിച്ചു വീണു. ക്ഷണനേരം കൊണ്ട് ഇത്രയും കഴിഞ്ഞു. വിപാശയുടെ രൂപം പെട്ടെന്ന് മാറി. അവൾ സിംഹമുഖമുള്ള ഒരു മൃഗമായി രൂപാന്തരപ്പെട്ടു. അവളുടെ അലർച്ചയിൽ ആ പരിശീലന കളരിയൊന്ന് ഉലഞ്ഞതുപോലെ ലിയോയ്ക്ക് തോന്നി. അവൾ രൂപമാറ്റ ശക്തി എടുത്തു ലിയോ, നിന്റെ കാര്യം കഴിഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് ചീനു അപ്രത്യക്ഷമായി. സിംഹമുഖമുള്ള വിപാശ ലിയോയുടെ നേരെ ഗർജിച്ചുകൊണ്ട് പാഞ്ഞെടുത്തു. അവൻ ഞെട്ടി മരവിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു.